അസ്സലാമു വലൈക്കും അസ്സലാം. ഇന്നത്തെ കഥ കേൾക്കാൻ നീ തയ്യാറാണോ? അതെ, ബെന്യാമിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഞാൻ കാത്തിരിക്കുകയാ. ഓൾ റൈറ്റ്, എന്നാൽ ശ്രദ്ധിച്ചു കേട്ടോളൂ. ബിസ്മില്ലാ. കഴിഞ്ഞ ദിവസം പ്രവാചകൻ ബെന്യാമിൻ്റെ ചാക്കിനുള്ളിൽ ഒരു സ്വർണപാത്രം ഒളിപ്പിച്ചു വച്ചു. അദ്ദേഹം ബെന്യാമിനെ കൊട്ടാരത്തിൽ നിർത്താൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. പ്രവാചകൻ ശാന്തമായി മറുപടി പറഞ്ഞു, രാജകീയ പാത്രം മോഷ്ടിച്ചതറിഞ്ഞിട്ട് എനിക്കെങ്ങനെ അവനെ വെറുതെ വിടാൻ കഴിയും? അത് പാപമാണ്. സഹോദരന്മാരിൽ മൂത്തവനായ ജൂദ ദുഃഖത്തോടുകൂടി പറഞ്ഞു, ബെന്യാമിനെ തിരികെ കൊണ്ടുവരുമെന്ന് പിതാവിന് ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്റെ പിതാവ് എന്നെ അനുവദിക്കുന്നതുവരെ, അല്ലെങ്കിൽ ബെന്യാമിനെ സ്വതന്ത്രനാക്കുന്നതുവരെ ഞാൻ ഇവിടം വിട്ടു പോവുകയില്ല. ജൂദയെ അവിടെ ഉപേക്ഷിച്ച് സഹോദരങ്ങൾ യാത്രയായി. അയാൾ അവിടെ ബെന്യാമിന്റെ വിധിക്കു വേണ്ടി കാത്തിരുന്നു. ജൂദയുടെ പെരുമാറ്റം വീക്ഷിക്കാൻ പ്രവാചകൻ രഹസ്യമായി ഏർപ്പാട് ചെയ്തു. പ്രവാചകൻ സഹോദരന്മാരുടെ ആത്മാർത്ഥത പരിശോധിക്കുകയായിരുന്നു. അവരുടെ സഹോദരനു വേണ്ടി അവർ മടങ്ങിവരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. കുറേ ദിവസം യാത്ര ചെയ്ത ശേഷം സഹോദരന്മാർ അവരുടെ വീട്ടിലെത്തി. പിതാവേ, അങ്ങയുടെ മകൻ മോഷ്ടിച്ചു, ഒരു സഹോദരൻ പറഞ്ഞു. വൃദ്ധനായ ആ പ്രവാചകൻ ആശയക്കുഴപ്പത്തിലായി. അവർ എന്താണ് അർത്ഥമാക്കിയതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. സംഭവിച്ചതെന്തെന്ന് വിശദീകരിക്കാൻ അദ്ദേഹം അവരോട് പറഞ്ഞു. കൊട്ടാരത്തിൽ ഒരു വിരുന്ന് നൽകപ്പെട്ടതും ധാന്യങ്ങൾ കിട്ടിയതും ബെന്യാമിന്റെ ചാക്കിൽ നിന്നും രാജാവിന്റെ സ്വർണ്ണക്കപ്പ് കണ്ടെത്തിയതുമെല്ലാം സഹോദരന്മാർ അദ്ദേഹത്തോട് വിവരിച്ചു കൊടുത്തു. പ്രവാചകൻ അവരുടെ കഥ കേട്ടപ്പോൾ അതിൽ ദൈവത്തിന്റെ കൈ ഉണ്ടെന്നും അല്ലാഹു നബിയെ പരീക്ഷിക്കുന്നതാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പുത്രന്മാരിൽ 2 പേരെക്കുറിച്ചോർത്ത് അദ്ദേഹത്തിന് കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. ഒരുപക്ഷെ അല്ലാഹു 2 പേരെയും എനിക്ക് തിരികെ തരുമായിരിക്കും. തീർച്ചയായും അല്ലാഹു സർവശക്തനും യുക്തിമാനുമാകുന്നു. പ്രാർത്ഥനയിൽ ആശ്വാസം കണ്ടെത്തിയ അദ്ദേഹം വിശ്വാസവും സഹിഷ്ണുതയും ബലപ്പെടുത്തി. പ്രവാചകൻ തന്റെ മകൻ യൂസഫിന്റെ നഷ്ടം മൂലം വർഷങ്ങളോളം കരഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ബെന്യാമിനു വേണ്ടിയും കരയുന്നു. അനേക വർഷങ്ങൾ വിലപിച്ച ശേഷം പ്രവാചകന് ഇപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടു. പിതാവേ, എന്തിനാണ് താങ്കൾ എപ്പോഴും ഇങ്ങനെ വിഷമിക്കുന്നത്? പുത്രന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു. എന്റെ ദുഃഖവും വിഷമവും ഞാൻ അല്ലാഹുവിനോട് വിശദീകരിക്കുന്നു. നിങ്ങൾക്ക് അറിയാത്തത് ഞാൻ അല്ലാഹുവിങ്കൽ നിന്ന് അറിയുന്നുണ്ട്, പ്രവാചകൻ പറഞ്ഞു. അദ്ദേഹം വീണ്ടും തന്റെ പുത്രന്മാരോട് ഈജിപ്തിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. സഹോദരന്മാർ 3-ാം തവണയും ഈജിപ്തിലേക്ക് പോയി. അവർ ഈജിപ്തിലെത്തി ജൂദയെയും കൂട്ടി യൂസഫ് നബിയുടെ അടുത്തേക്ക് പോയി. സ്വന്തം സഹോദരന്മാരുടെ ദുഃഖങ്ങൾ അധികനേരം കേട്ടുനിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം ചിന്തിച്ചു, എത്രനാൾ എനിക്ക് ആ സത്യം മറച്ചുപിടിക്കാനാവും? എന്റെ പിതാവിനെ കാണാതെ എത്രനാൾ എനിക്ക് കഴിയാനാവും? അദ്ദേഹം അവരോട് ചോദിച്ചു, നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് യൂസഫിനോടും അവന്റെ സഹോദരനോടും നിങ്ങൾ ചെയ്തതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? തങ്ങൾക്കും യൂസഫ് നബിക്കും മാത്രം അറിയാവുന്ന രഹസ്യമാണതെന്ന് സഹോദരന്മാർക്ക് അറിയാമായിരുന്നു. അവർ ചോദിച്ചു, താങ്കൾ ഞങ്ങളുടെ സഹോദരൻ യൂസഫാണോ? അതെ, ഞാൻ യൂസഫാകുന്നു. അദ്ദേഹം പറഞ്ഞു, ബെന്യാമിൻ എന്റെ സഹോദരനാണ്. അല്ലാഹു ഞങ്ങളോട് ഔദാര്യം കാണിച്ചിരിക്കുന്നു. ആര് അല്ലാഹുവിനോട് ഭക്തിയുള്ളവരും ക്ഷമയുള്ളവരുമാകുന്നുവോ അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. സഹോദരന്മാർ ഭയന്ന് വിറച്ചു. എന്നാൽ യൂസഫ് നബി അവരെ ആശ്വസിപ്പിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തവരാണ്. അല്ലാഹു നിങ്ങൾക്ക് പൊറത്തു തരട്ടെ. പ്രവാചകൻ പറഞ്ഞു, അവൻ പരമകാരുണികനും കരുണാനിധിയുമാകുന്നു. പല ഉത്തരവാദിത്വങ്ങളും തനിക്കുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിന് ഈജിപ്റ്റ് വിട്ട് പോകുവാൻ സാധ്യമല്ലായിരുന്നു. അതുകൊണ്ടുതന്നെ അവരുടെ കയ്യിൽ അദ്ദേഹത്തിന്റെ ഒരു കുപ്പായം കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ ഈ കുപ്പായം കൊണ്ടുപോയിട്ട് എന്റെ പിതാവിന്റെ മുഖത്ത് തടവുക. അദ്ദേഹത്തിന് കാഴ്ച ലഭിക്കും. പിന്നെ കുടുംബവുമായി ഇങ്ങോട്ട് വരിക. സഹോദരന്മാർ അത് സമ്മതിച്ചു. അവർ കാനാനിലേക്ക് പോയി. യാത്രാസംഘം
കാനനിലെത്തിയപ്പോൾ തന്നെ യാക്കൂബ് നബിക്ക് തന്റെ മകൻ യൂസഫ് നബിയുടെ സുഗന്ധം വായുവിലൂടെ ലഭിച്ചു. അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് തന്റെ പുത്രന്മാരുടെ ഭാര്യമാരുടെ അടുത്തേക്ക് പോയി. യാക്കൂബ് നബി തന്റെ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുന്നു. മൂത്ത മകന്റെ ഭാര്യ പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് എന്തുപറ്റി? മറ്റേയാൾ ചോദിച്ചു, എനിക്ക് യൂസഫിന്റെ സുഗന്ധം വായുവിലൂടെ ലഭിച്ചു. പ്രവാചകൻ മറുപടി പറഞ്ഞു. അവർക്ക് യാതൊരു പ്രത്യാശയുമില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തനിച്ചുവിട്ടു. ആ രാത്രിയിൽ നോമ്പു തുറക്കുവാനായി അദ്ദേഹം ഒരു ഗ്ലാസ് പാൽ ആവശ്യപ്പെട്ടു. പുത്രന്മാർ സമീപത്തെത്താറായപ്പോൾ പ്രവാചകൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അവർ വീടിനടുത്തെത്തിയപ്പോൾ പ്രവാചകൻ പുറത്തേക്ക് വന്നു. അവരോട് ചോദിച്ചു, ഞാൻ യൂസഫിന്റെ സുഗന്ധം വായുവിലറിയുന്നു. ഇത് സത്യമാണോ അതോ തോന്നലാണോ? അങ്ങ് തീർച്ചയായും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഭാര്യമാരിൽ ഒരാൾ പറഞ്ഞു. പക്ഷെ പ്രവാചകൻ പറഞ്ഞത് സത്യമായിരുന്നു. അനന്തരം ആ സന്തോഷവാർത്തയുമായി അവരെത്തി. അവർ ആ കുപ്പായം അദ്ദേഹത്തിന്റെ മുഖത്ത് വച്ചു കൊടുത്തു. അത്ഭുതം! കുപ്പായം മുഖത്ത് വച്ച ഉടനെ തന്നെ യാക്കൂബ് നബിക്ക് കാഴ്ച തിരിച്ചു കിട്ടി. സഹോദരന്മാർ അവരുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ പാപങ്ങൾ ചെയ്തുപോയി. ഞങ്ങളുടെ പ്രവൃത്തിയിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. അവർ പ്രവാചകനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കു വേണ്ടി അല്ലാഹുവിനോട് മാപ്പപേക്ഷിക്കാം. അവൻ ഏറെ പൊറുക്കുന്നവനും പരമകാരുണ്യവാനുമാണ്. തുടർന്ന് പ്രവാചകൻ തന്റെ മകനെ കാണാനായി ഈജിപ്തിലേക്ക് പോയി. യൂസഫ് നബി അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചു. പിന്നെ യൂസഫ് നബി തന്റെ പിതാവിനെ സിംഹാസനത്തിലിരുത്തി. പ്രവാചകന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവും സഹോദരന്മാരും യൂസഫ് നബിയുടെ മുമ്പിൽ പ്രണാമം ചെയ്തു. യൂസഫ് നബി പറഞ്ഞു, ഇതായിരുന്നു ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ കണ്ട സ്വപ്നം. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്കു മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എന്റെ നാഥൻ അത് എനിക്ക് യാഥാർത്ഥ്യമാക്കി തന്നിരിക്കുന്നു. പിന്നീട് പ്രവാചകൻ തന്റെ കുടുംബത്തെ ഈജിപ്തിൽ താമസിപ്പിക്കുന്നതിനുവേണ്ടി രാജാവിനെ കണ്ട് അനുവാദം ചോദിച്ചു. രാജാവിന് വലിയ സന്തോഷമായി. കാരണം പ്രവാചകൻ ആ രാജ്യത്തിന് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. മഹത്തായ ശക്തിയും ഉത്തരവാദിത്വവും പ്രവാചകനെ അല്ലാഹുവിൽ നിന്നും വ്യതിചലിപ്പിച്ചില്ല. അദ്ദേഹം എല്ലായ്പ്പോഴും അല്ലാഹുവിനെ ഓർക്കുകയും ആരാധിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു രാജാവിനെപ്പോലെ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹം അല്ലാഹുവിന്റെ അടിമയായി നീതിമാന്മാർക്കിടയിൽ ജീവിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. യൂസഫ് നബി തന്റെ മരണസമയത്ത് തന്റെ പൂർവികന്മാർക്കൊപ്പം അടക്കം ചെയ്യാനായി തന്റെ സഹോദരന്മാരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം വഫാത്തായപ്പോൾ ഈജിപ്തിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് അനുയോജ്യമായ സമയം വരെ അദ്ദേഹത്തിന്റെ ശരീരം സൂക്ഷിച്ചുവച്ചു. അദ്ദേഹം 140 വയസ്സിൽ വഫാത്തായെന്ന് പറയപ്പെടുന്നു. മാഷാ അല്ലാ, അത് വളരെ നല്ല കഥയായിരുന്നു. നീ ഇപ്പോൾ ചോദ്യങ്ങൾക്കായി തയ്യാറാണോ? തയ്യാറാണ്. ശരി, പറയൂ. യാക്കൂബ് നബി തന്റെ മകൻ വരുന്നതായി അറിഞ്ഞതെങ്ങനെയാണ്? യൂസുഫ് നബി തന്റെ കുപ്പായം സഹോദരന്മാരുടെ അടുത്ത് കൊടുത്തുവിട്ടു. അവർ സഞ്ചരിച്ചിരുന്നപ്പോൾ യാക്കൂബ് നബി പ്രാർത്ഥനയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് യൂസുഫ് നബിയുടെ സുഗന്ധം വായുവിലൂടെ ലഭിച്ചു. മാഷാ അല്ലാ, അത് ശരിയായ ഉത്തരമാണ്. യാക്കൂബ് നബിക്ക് തന്റെ കാഴ്ച തിരിച്ചു കിട്ടിയത് എങ്ങനെയാണെന്ന് നിനക്കറിയാമോ? യൂസുഫ് നബിയുടെ കുപ്പായം മുഖത്ത് വെച്ചപ്പോഴാണ് യാക്കൂബ് നബിക്ക് കാഴ്ച തിരിച്ചു കിട്ടിയത്. അതും ശരിയാണ് അമീർ. ഇനി അവസാനത്തെ ചോദ്യത്തിന് നീ തയ്യാറാണോ? എവിടെ വച്ചാണ് യൂസഫ് നബി വഫാത്തായത്? അദ്ദേഹത്തിന്റെ 110 വയസ്സിൽ ഈജിപ്തിൽ വച്ച്. ഉത്തരം വളരെ ശരിയാണ്. ഇന്നത്തേക്ക്